അർ-റിളാഉ ബിഖളാഇല്ലാഹി, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടൽ. ഇത് ഷാഫിഈ ഇമാം രചിച്ച ഒരു കവിതയാണ്. ദഅൽ അയ്യാമ തഫ്അലു മാ തശാഉ, കാലത്തെ വിട്ടേക്കുക. ദഅ മീൻസ് വിടുക, തഫ്അലു മാ തശാഉ അത് ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ, കാലം ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ. വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ, വിധി വന്നാൽ നീ തൃപ്തിപ്പെടുക. കാലത്തിനെ കാലത്തിന്റെ വഴിക്ക് വിട്ടേക്കുക. കാലത്ത് അതായത് മീൻസ് അയ്യാമ മീൻസ് ഇവിടെ കാലം, വിധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിധി പോലെ വരും, അതിനെ നീ മൈൻഡ് ചെയ്യണ്ട, അതിനെ വിട്ടേക്കുക, അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. എന്നിട്ടോ നിനക്ക് അനുകൂലമായിട്ടോ നിനക്ക് പ്രതികൂലമായിട്ടോ എന്ത് വിധി വന്നാലും തുബ് നഫ്സൻ, നീ നിന്റെ മനസ്സിനെ ശുദ്ധിയാക്കുക, നീ തൃപ്തിപ്പെടുക, ആ വിധിയിൽ നീ തൃപ്തിപ്പെടുക. വലാ തജ്സഅ ലിഹാദിസത്തിൽ ലയാലി, കാലവിപത്തുകളിൽ നീ അസ്വസ്ഥനാകരുത്. ലാ തജ്സഅ, നീ അസ്വസ്ഥനാകരുത്, നീ വെപ്രാളപ്പെടരുത്. ലിഹാദിസത്തിൽ ലയാലി, കാലവിപത്തുകളിൽ. ലയാലി രാത്രി വിപത്തുകൾ, കാലവിപത്തുകൾ എന്ന് പറഞ്ഞാൽ മതി. ഫമാലി ഹവാദിസി ദുനിയ ബഖാഉ, കാലവിപത്തുകൾക്ക് ബഖാ ഇല്ല, നിലനിൽപ്പില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ആപത്തുകളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ അതിൽ നീ വെപ്രാളപ്പെടേണ്ടതില്ല, അതിനൊന്നും നിലനിൽപ്പില്ല, അതൊക്കെ ഇല്ലാതായി പോകും. നമ്മുടെ ജീവിതത്തിൽ നിന്നും അതൊക്കെ ഇല്ലാതായി പോകും. വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദൻ, ഈ അഹ്വാൽ മീൻസ് ഇതേപോലുള്ള ദുരിതങ്ങൾ, ഈ ദുരിതങ്ങളിലൊക്കെ മനക്കരുത്തുള്ള, ജൽദൻ ഉറച്ച ധീരനായ മനക്കരുത്തുള്ള ഒരാളാവുക നീ. വശീമത്തുക സമാഹത്ത് വൽ വഫാഉ, നിന്റെ സ്വഭാവം സഹിഷ്ണുതയും വിശ്വസ്തതയുമാക്കുക. സമാഹത്ത് സഹിഷ്ണുത, ഔദാര്യം, വഫാ വിശ്വസ്തത, നീ വിശ്വസ്തതയും ഔദാര്യവും ഒക്കെ ഉള്ളവനാവുക നിനക്ക് ദുരിതങ്ങളൊക്കെ വരുമ്പോൾ. വ ഇൻ കസറത് ഉയൂബുക ഫിൽ ബറായ, ജനങ്ങളിൽ നിന്റെ അയ്ബുകൾ, നിന്റെ ന്യൂനതകൾ അധികരിച്ചാൽ, വ സറക അൻ യകൂന ലഹാ ഗതാഉൻ, അതിനൊരു ഗതാ, ഒരു മൂടി, ഒരു മറവ് ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്താൽ, അതായത് നീ ജനങ്ങൾക്ക് നന്മയൊന്നും ചെയ്തില്ല, പക്ഷെ മാത്രമല്ല ഐബ്, നിന്റെ ന്യൂനതകൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാടുണ്ട്, അങ്ങനെ ന്യൂനതകൾ അധികരിച്ചാൽ ആ ന്യൂനതകളെ നീ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ ജനങ്ങളുടെ അടുക്കൽ കൂടുതലായിട്ട് ന്യൂനതകൾ ഉള്ളയാളായി തീരാതിരിക്കാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് തടയിടാൻ, അതിനെ ഒന്ന് മറച്ചു പിടിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? യുഗത്താ ബിസ് സമാഹത്തി കുല്ലു ഐബിൻ, സമാഹത്ത് കൊണ്ട്, ഔദാര്യം കൊണ്ട് എല്ലാ ന്യൂനതകളും മറക്കപ്പെടും. വകം ഐബിൻ യുഗത്തിഹി സഖാഉ, സഖാ എന്ന് പറഞ്ഞാലും സമാഹത്ത്, ഔദാര്യം എത്ര ന്യൂനതകളെ മറച്ചു പിടിച്ചിട്ടുണ്ട്. ന്യൂനതകളെ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സമൂഹത്തിൽ നമ്മൾ നന്മ ചെയ്യുക. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുക? നന്മ ചെയ്യുക, ഔദാര്യം ചെയ്യുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ, നമ്മളിൽ നിന്നും മുമ്പ് ഉണ്ടായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ മറക്കപ്പെടും. അതുകൊണ്ട് ദാനധർമ്മങ്ങളും മറ്റു ഔദാര്യകരമായ കാര്യങ്ങളും അധികരിപ്പിക്കുക. വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറുൻ, ഒരു ദുഃഖവും ഒരു സന്തോഷവും നിലനിൽക്കുകയില്ല, എന്നെന്നും നിലനിൽക്കുകയില്ല. വലാ ബുഅ്സുൻ അലൈക വലാ റഹാഉൻ, അതേപോലെ ഒരു ദാരിദ്ര്യവും ഒരു ഐശ്വര്യവും. ബൂസ് മീൻസ് ദാരിദ്ര്യം, റഹാ ഐശ്വര്യം, സമ്പന്നതയും ദാരിദ്ര്യവും ഒന്നും നിലനിൽക്കുകയില്ല. എല്ലാം മാറി മറിഞ്ഞേക്കാം. ഇന്നത്തെ ഹുസ്ന് നാളെ സന്തോഷമാകാം, ഇന്നത്തെ ദാരിദ്ര്യം നാളെ ഐശ്വര്യമാകാം, നേരെ തിരിച്ചുമാകാം. വലാ തർജു സമാഹത മിൻ ബഖീലിൻ, ഒരു ബഖീലിന്റെ അടുക്കൽ നിന്നും, ഒരു പിശുക്കന്റെ അടുക്കൽ നിന്നും നീ സമാഹത്ത്, ഔദാര്യം പ്രതീക്ഷിക്കരുത്. ഫമാ ഫിന്നാരി ലില്ലമാനി മാഉൻ, തീയിൽ നിന്നും ദാഹിക്കുന്നവന് വെള്ളം ലഭിക്കുകയില്ല. ഫമാ ഫിന്നാരി, തീയിൽ നിന്നും ഉണ്ടാവുകയില്ല, ലില്ലമാൻ ദാഹിക്കുന്നവന് മാഉൻ വെള്ളം. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ, തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ്
നിനക്കുണ്ടെങ്കിൽ ഫഅൻത വമാലിക്കു ദുനിയാ സവാഉൻ, നീയും ദുനിയാവിന്റെ ഉടമസ്ഥനും ഒരുപോലെയാണ്. നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് ഉള്ളവനാണ് നീ എങ്കിൽ നീയും ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയ മനുഷ്യനും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ അത്രയും വലിയ സമ്പന്നനും നീയും ഒരേപോലെയാണ്. അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് കഴിയുന്നുണ്ട് എങ്കിൽ. വമൻ നസലത്ത് ബിസാഹത്തിഹിൽ മനായ, ആരുടെയെങ്കിലും മുറ്റത്ത് മരണമിറങ്ങിയാൽ ഫലാ അർളുൻ തഖീഹി വലാ സമാഉൻ, ഒരു ആകാശവും ഒരു ഭൂമിയും അവനെ സംരക്ഷിക്കുകയില്ല. മരണം നമ്മുടെ മുമ്പിൽ വന്നാൽ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെയാണ്. സംതൃപ്തിയോടെ ജീവിച്ചാൽ എത്ര വലിയ പണക്കാരനും എത്ര ചെറിയ പാവപ്പെട്ടവനും ഒരേപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അർളുല്ലാഹി വാസിയത്തുൻ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായതാണ്. വലാക്കിൻ, പക്ഷെ ഇദാ നസലൽ ഖളാ ലാഖൽ ഫലാഉ, വിധി ഇറങ്ങിയാൽ, അള്ളാഹുവിന്റെ വിധി വന്നാൽ പിന്നെ ഭൂമി ഇടുങ്ങിപ്പോകും. അന്തരീക്ഷം ലാക്ക, ഇടുങ്ങിപ്പോകും. വിധി വന്നാൽ പിന്നെ രക്ഷയില്ല. മരണത്തിന്റെ വിധിയാണെങ്കിൽ നമ്മൾ മരിച്ചേ തീരൂ, അല്ലേ? മറ്റെന്തെങ്കിലും വിധിയാണെങ്കിൽ ആ വിധി നമ്മൾ അനുഭവിച്ചേ തീരൂ. എന്ത് തന്നെയാണെങ്കിലും ആ വിധിയിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നതാണ് ഇമാം ഷാഫി ഈ കവിതയിലൂടെ പറയുന്നത്. അനിഷായർ, കവിയെ കുറിച്ച്. അൽ ഇമാം അബു അബ്ദുല്ലാഹ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി അൽ ഖുറശി, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. വാഹിദ് മിൻ കിബാരി മുഫക്കിരി അൽ-ആലം, ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരായ തത്വചിന്തകരിൽ ഒരാളാണ്. വഅഹദുൽ അഇമ്മത്തിൽ അർബഅത്തി, 4 ഇമാമുകളിൽ ഒരാളാണ്. ബൈന ഫുഖഹാഇൽ മുസ്ലിമീന, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ 4 മദ്ഹബുകൾ, 4 ഇമാമുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇമാമുകൾ ഉണ്ടല്ലേ. അതിൽ ഒരാളാണ് അൽ ഇമാം ഷാഫി. അബൂ ഹനീഫ, മാലിക്, ഷാഫി, ഹംബലി. ഓക്കെ. വസ്വാഹിബുൽ മദ്ഹബി ഷാഫി മദ്ഹബിന്റെ സ്വാഹിബാണ്, ഓണറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഷാഫി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫിൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ. ഉലിദ ഫി ഗസ, അദ്ദേഹം ഗാസയിൽ ജനിച്ചു. മിൻ ഫിലസ്തീൻ, ഫലസ്തീനിലെ സനത്ത്, എപ്പോഴാണ്? 150 150 എന്നാണ് അത് വായിക്കേണ്ടത്. ഹിജ്റ 150 ജനിച്ചു. വനശഅ ഫി ഹിജ്രി ഉമ്മിഹി യതീമൻ, തൻ്റെ ഉമ്മയുടെ അടുക്കൽ യതീമായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത്. വഹുമില ഇലാ മക്കത്ത, അദ്ദേഹം മക്കയിലേക്ക് എടുക്കപ്പെട്ടു. വഹുവ ഇബ്നു സനത്തൈനി, 2 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മാതാവ്. വഫീഹ നശഅ വതലഖൽ ഇൽമ, അവിടെയാണ് അദ്ദേഹം വളരുകയും ഇൽമ് പഠിക്കുകയും ചെയ്തത്. ഹഫിളൽ ഖുർആന വഹുവ ഇബ്നു 7 സിനീന, 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. ദറസൽ ലുഗത വശിഅറ, ഭാഷയും കവിതയും പഠിച്ചു. സുമ്മ അഖ്ബല അലൽ ഫിഖ്ഹി വൽ ഹദീസ്, പിന്നീട് ഫിഖ്ഹിലും ഹദീസിലേക്കും തിരിഞ്ഞു. ഹഫിളൽ മുവത്തഅ ലിൽ ഇമാമി മാലിക് റഹിമഹുല്ലാഹ്, ഇമാം മാലിക്കിന്റെ അൽ മുവത്ത എന്ന പ്രശസ്തമായ ഗ്രന്ഥം അദ്ദേഹം മനഃപ്പാഠമാക്കി. വഹുവ ഇബ്നു 10 സിനീന, 10 വയസ്സുള്ളപ്പോൾ. വഅഖദ ബിൽ ഖിസ്തിൽ അക്ബരി മിനൽ ഉലൂമി വൽ മആരിഫ്, ഏറ്റവും വലിയ ഓഹരി അദ്ദേഹം കരസ്ഥമാക്കി. മിനൽ ഉലൂമി വൽ മആരിഫി, വിജ്ഞാനങ്ങളിൽ നിന്നും. ഹത്തർതഫഅ അൻ കുല്ലി ആലിമിൻ ഖബ്ലഹു, അദ്ദേഹത്തിന്റെ മുമ്പുള്ള എല്ലാ പണ്ഡിതന്മാരെക്കാളും ഉയരത്തിൽ എത്തുന്നത് വരെ, മീൻസ് അദ്ദേഹം അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരെക്കാളും വലിയ പണ്ഡിതനായി തീർന്നു. ഇർതഹല ഇലൽ മദീനത്തി, അദ്ദേഹം മദീനയിലേക്ക് യാത്ര ചെയ്തു. വൽ യമൻ, യമനിലേക്ക് പോയി. ബഗ്ദാദിൽ പോയി. ഫീ ത്വലബിൽ ഇൽമി അവിൽ അമലി, ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇൽമ് സമ്പാദിക്കാനോ വേണ്ടി അദ്ദേഹം ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. അഖീറൻ, അവസാനം ഇന്ദഹ ബിഹിൽ മതാഫ് ഇലാ മിസ്ർ, അദ്ദേഹത്തിന്റെ കറക്കം മിസ്റിൽ അവസാനിച്ചു. എന്ന് വെച്ചാൽ മിസ്റിൽ അദ്ദേഹം സ്ഥിരമായി. വതൂഫിയ ഹുനാക, അവിടെ അദ്ദേഹം മരണപ്പെട്ടു. സനത 204 ഹിജ്രിയ, ഹിജ്റ 204. എന്ന് വെച്ചാൽ ആകെ 54 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അതിനിടയിൽ അദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് അൽ ഉമ്മ ഫിൽ ഫിഖ്ഹി, അൽ ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ അൽ ഉമ്മ എന്ന പുസ്തകം. വൽ മുസ്നദ് ഫിൽ ഹദീസ്, ഹദീസിലെ മുസ്നദ്. വ അഹ്കമുൽ ഖുർആൻ ഫി ഉലൂമിൽ ഖുർആൻ വഗൈറുഹ, ഉലൂമുൽ ഖുർആൻ വിജ്ഞാനങ്ങളിൽ അഹ്കമുൽ ഖുർആൻ എന്ന പുസ്തകം. വഗൈറുഹ, അതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അനിൽ ഖസീദ, അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച്.
അദ്ദേഹം ഒരു കവിയുമാണെന്ന് പറഞ്ഞു അല്ലേ, മികച്ചൊരു കവിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇൽമിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് കവിത എഴുതാതിരുന്നത്. ഹാദിഹി അബിയാത്തു മിന ശിഅരി അർറിളാഉ ബിഖളാഇല്ലാഹി വഖദ്രിഹി എന്ന അർറിളാഉ ബിഖളാഇല്ലാഹി വഖദ്രിഹി എന്ന കവിതയിൽപ്പെട്ട ചില ബൈത്തുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമാം ഷാഫിയുടെ യദ്ഉ ശാഇർ ബിഹാ അന്നാസ, കവി ജനങ്ങളെ ഈ കവിതയിൽ കൂടെ ക്ഷണിക്കുന്നു, ഇലാ റബ്ബിഹിം അവരുടെ രക്ഷിതാവിലേക്ക്, വയഹസുഹും അവരെ പ്രേരിപ്പിക്കുന്നു, അല സ്വബരി ഫിൽ ബലായ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, ഫഅലൽ ഖനാഅത്തി ബിമാ ലദൈഹിം അവരുടെ അടുക്കലുള്ളതിൽ തൃപ്തിപ്പെടാനും പ്രേരിപ്പിക്കുന്നു. ഇനി ഈ കവിതയുടെ ഓരോ വരിയുടെയും അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉത്തറുക്കി ദുന്യ, ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഉത്തറുക്കി ദുന്യ, ദുനിയാവിനെ നീ ഉപേക്ഷിക്കുക, മീൻസ് ദുനിയാവിനെ നീ വിട്ടേക്കുക, തഫ്അലു മാ തുരീദു അതിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, വ അബ്ഇദ് നഫ്സക നീ സ്വയം അകലുക, മുൻശരിഹത്തൻ ശാന്തമായിട്ട്, ഇദാ ഖളാ അൽ ഖദറു നിനക്ക് ഒരു വിധി വന്നാൽ, അതായത് നിന്റെ വിധി എന്താണോ അതിൽ നീ എന്ത് ചെയ്യുക, സമാധാനപ്പെടുക, വർള ബിഹി അതിനെ നീ തൃപ്തിപ്പെടുക, ഇദാ നസല ബിക മക്രൂഹ് നിനക്ക് എന്തെങ്കിലും ഒരു മോശമായ കാര്യം, നിനക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മക്രൂഹായ എന്തെങ്കിലും ഒരു പ്രയാസകരമായ കാര്യം നിനക്കുണ്ടായാൽ അത് നിന്റെ വിധിയാണ് എന്ന് കരുതി നീ അതിനെ തൃപ്തിപ്പെടുക. ഇസ്ബിർ അലാമ യഅതി മിൻ മസാഇബ വ അഹ്വാലിൻ നിനക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, മസായിബ് മുസീബത്ത് വിപത്തുകളും, വ അഹ്വാൽ അതും അതേ അർത്ഥം തന്നെ, ദുരിതങ്ങളുമൊക്കെ നീ എന്ത് ചെയ്യുക, ദുരിതങ്ങളിലുമൊക്കെ നീ ഇസ്ബിർ ക്ഷമിക്കുക, ഫഇന്നഹാ ലാ തദൂമു അതൊന്നും നീണ്ടു നിൽക്കുകയില്ല, എല്ലാം അവസാനിച്ചു പോകും. ഫഹാദിഹിൽ മസാഇബു ഈ ദുരിതങ്ങൾ, ഈ വിപത്തുകൾ, വതിൽകൽ ഹവാദിസു ഈ ദുരിതങ്ങൾ, തസൂലു അതൊക്കെ നീങ്ങിപ്പോകും, എന്ത് ചെയ്യുകയില്ല, ലാ തദൂമു നിലനിൽക്കുകയില്ല, ഫലാ ബഖാ അഹ്ലഹ അവയ്ക്കൊന്നും നിലനിൽപ്പില്ല, വഹിയ സുന്നത്തുല്ലാഹി ഫി അർളിഹി ഇതാണ് അള്ളാഹുവിന്റെ ചര്യ, ഈ ഭൂമിയിൽ അള്ളാഹു നടപ്പിലാക്കുന്ന ചര്യ ഇതാണ് അല്ലേ, ഒന്നിനും സ്ഥിരമായുള്ള നിലനിൽപ്പില്ല, എല്ലാം മാറി മറിഞ്ഞു വരും. അലൈക അൻ തകൂന റജുലൻ സൽദൻ നീ ഒരു ഉറച്ച ധീരനായ ധൈര്യമുള്ള അല്ലെങ്കിൽ മനക്കരുത്തുള്ള ഒരു റജുലാകണം, കവിയൻ ശക്തനായ ഒരു റജുലാകണം, അമാമൽ മസാഇബി വൽ മഖാവിഫി മഖാവിഫ് മീൻസ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, മസായിബ് വിപത്തുകൾക്കും മറ്റു ദുരിതങ്ങൾക്കും മുമ്പിൽ നീ ശക്തനാകണം, വലാ തകുൻ ജുബാനൻ നീ ഭീരുവാകരുത്, വജ്അൽ അസ്സമാഹത വൽ വഫാഅ ഖുലുഖൻ ലക സമാഹത്തും വഫാവും വിശ്വസ്തതയും പിന്നെ സമാഹത്തും ഔദാര്യവും നിന്റെ ഖുലുഖാക്കി മാറ്റുക, നിന്റെ സ്വഭാവമാക്കുക. ഫഹുമ അഅലമു സിഫത്തൈനി യത്തസിഫു ബിഹിമ അൽ മുഅ്മിനു ഖിലാഫൻ ലിൽ മുനാഫിഖി മുനാഫിക്കിൽ നിന്നും വിഭിന്നമായി ഒരു മുഅ്മിനിനെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും നല്ല രണ്ട് സിഫത്തുകളാണ് അസ്സമാഹത്തു വൽ വഫാഉ, അത് രണ്ടും നീ ഉണ്ടാക്കിയെടുക്കുക നിന്റെ ജീവിതത്തിൽ. അൽ ഇൻസാനു ലാ യഖ്ലു മിനൽ ഉയൂബി എങ്ങനെ ജീവിച്ചാലും മനുഷ്യൻ ഐബുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തനാവുകയില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു പോകും. ഫഇൻ കസുറത് ഉയൂബുക നിന്റെ തെറ്റുകൾ, നിന്റെ ഈ ഐബുകൾ ന്യൂനതകൾ അധികരിച്ചാൽ ബൈനൽ ഖൽഖി ജനങ്ങൾക്കിടയിൽ, വസറക അങ്ങനെയാണെങ്കിൽ നിന്നെ അതെന്ത് ചെയ്യും, നിനക്ക് ആഗ്രഹമുണ്ടാകും, സറാമിൻ സന്തോഷിപ്പിക്കുക, അല്ലാ തൽഹറ ലഹും അവർക്ക് മുമ്പിൽ പ്രകടമാകാതിരിക്കൽ, വ്യക്തമാകാതിരിക്കൽ, അതായത് നിന്റെ ഈ അയബുകൾ, നിന്റെ ന്യൂനതകളൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ മുഴച്ചു നിൽക്കൽ, എടുത്തു കാണിക്കപ്പെടൽ നിനക്ക് ഇഷ്ടമല്ല അല്ലേ, അത് മറക്കൽ നിനക്ക് ഇഷ്ടമാണ് താനും. വഅൻ യകൂന ലഹ ഖതാൻ അതിനൊരു മറയിടൽ നിനക്ക് ഇഷ്ടമാണ് താനും. അങ്ങനെയാണെങ്കിൽ ഫഅലൈക നീ എന്ത് ചെയ്യണം, അൻ തുഗത്തി ഉയൂബക നിന്റെ അയബുകൾ നീ മറച്ചു വെക്കണം. എങ്ങനെ, ബിൽ എന്തെങ്കിലും ഇട്ട് മറക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ മറക്കണം? ബിൽ ജൂദി വൽ കറമി ഔദാര്യം കൊണ്ടും പിന്നെ കറമു കൊണ്ടും മാന്യത കൊണ്ടും വസമാഹത്തി വിട്ടുവീഴ്ച കൊണ്ടുമൊക്കെ, എന്ന് വെച്ചാൽ ധാരാളമായി ദാനം ചെയ്യുക, മറ്റു കാര്യങ്ങൾ മറ്റു നന്മകളൊക്കെ ചെയ്യുക, എന്തെങ്കിലും ആരെങ്കിലും നമ്മളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ ജനങ്ങളിൽ നിന്നും മറക്കപ്പെടും. ലി അന്നൽ ഐബ കാരണം ഐബ് ഈ ന്യൂനത എന്ന് പറയുന്നത് യുസ്തറു ബിൽ ജൂദി വസ്സദഖാത്തി ദാനങ്ങൾ കൊണ്ടും ഔദാര്യത കൊണ്ടും മറക്കപ്പെടുന്നതാണ്.
ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ കൊലപാതകം ചെയ്തിട്ട് 2 ദാനം ചെയ്താൽ അത് മാറില്ല. ഇന്നൽ ഹുസ്ന വസ്സുറൂറ ലാ യദൂമാനി, ദുഃഖവും സന്തോഷവും ഒന്നും ലാ യദൂമാനി സ്ഥിരമായി നിൽക്കുകയില്ല. കമാ അന്നൽ ലയ്യഖ ഫിൽ ഐശി വറഖാ, ജീവിതത്തിലുള്ള ഐഷ് മീൻസ് ജീവിതത്തിലുള്ള റഹാവും ലയ്യഖും, ഐശ്വര്യവും ദാരിദ്ര്യവും ഇടുക്കവും, ലയ്യഖ് മീൻസ് ഇടുക്കം അല്ലെ, അതും എന്ത് ചെയ്യുകയില്ല, നീണ്ടു നിൽക്കുകയില്ല. ഫീഹി ലാ യദൂമാനി, അതിൽ നിലനിൽക്കുകയില്ല. വകദാലിക ശിദ്ദത്തുൽ ഫഖ്രി, അതുപോലെ വലിയ കഠിനമായ ദാരിദ്ര്യം, വൽ ഐശു റഗീദ്, സുഭിക്ഷമായ ജീവിതം, കുല്ലുഹാ ലാ തദൂമു, ഒന്നും നിലനിൽക്കുകയില്ല, അബദൻ എന്നേക്കുമായി, ഇൻസാനി മനുഷ്യന് എന്നേക്കുമായി ഇതൊന്നും നിലനിൽക്കുകയില്ല. വഹാദിഹി സുന്നത്തുല്ലാഹി ഫി ഖൽഖിഹി, ഇതാണ് അള്ളാഹുവിന്റെ ചര്യ അവന്റെ സൃഷ്ടികളിൽ. ഇന്നക ലാ തർജു അസ്സമാഹത, നിനക്ക് സമാഹത വൽ കർമ്മ, ഔദാര്യവും വിട്ടുവീഴ്ചയും നിനക്ക് പ്രതീക്ഷിക്കണ്ട. മിൻ ബഖീലിൻ, ഒരു പിശുക്കനിൽ നിന്നും. ഫഹുവ മിസലൻ നാരി, അവനൊരു തീയെ പോലെയാണ്. ഫഹൽ യർജു മിൻ മൻ കാന ലംആൻ ആയവൻ, ദാഹമുള്ളവൻ, ഹൽ യർജു പ്രതീക്ഷിക്കുമോ, മിനൻ നാരി മാഅൻ, തീയിൽ നിന്നും വെള്ളം പ്രതീക്ഷിക്കുമോ? അതേപോലെയാണ് പിശുക്കനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. വലാകിൻ നാര തഅകുലു ഹത്താ നഫ്സഹ, എന്നാൽ തീ സ്വയം തിന്നുകളയുകയാണ് ചെയ്യുക. ഇദാ ലം തജിദ് ശൈഅൻ വകദാ അൽ ബഖീൽ, ഒന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ സ്വയം തിന്ന് മരിക്കും തീ. അതേപോലെ തന്നെയാണ് പിശുക്കനും, ആർക്കൊന്നും കൊടുക്കൂല അല്ലെ, സ്വന്തം ഇല്ലാതായി പോയാലും എന്ത് ചെയ്യൂല, മറ്റുള്ളവർക്ക് കൊടുക്കൂല. ഇദാ കാനൽ ഇൻസാനു ഖനൂഅൻ റാളിയൻ, മനുഷ്യൻ തൃപ്തിയുള്ളവനായാൽ, ഖനൂഅ റാളി രണ്ടും തൃപ്തിയുള്ളവൻ. ബിറിസ്ഖി അല്ലദീ റസഖഹുല്ലാഹു, അള്ളാഹു അവന് നൽകിയ ഉപജീവനത്തിൽ അവൻ തൃപ്തനായാൽ, കാന കമൻ മലക ദുനിയ ബിനഈമിഹാ വറാഹതിഹാ, ദുനിയാവ് മുഴുവൻ അതിന്റെ എല്ലാ ഐശ്വര്യത്തോടെയും എല്ലാ അനുഗ്രഹത്തോടെയും എല്ലാ സ്വസ്ഥതയോടെയും ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയവനെ പോലെയാണ് നീ തൃപ്തനാണെങ്കിൽ, അള്ളാഹു നിനക്ക് നൽകിയതിൽ മനുഷ്യൻ തൃപ്തനാണെങ്കിൽ. മൻ നസല ബിഹിൽ ഖലാഉ അവിൽ മൗതു, ആർക്കെങ്കിലും മരണം ഇറങ്ങിയാൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി ഇറങ്ങിയാൽ, ഹൽ ലിൽ അർളി അവിസ് സമാഇ അൻ തറുദ്ദ ഹാദൽ ഖലാ, ഈ വിധിയെ മടക്കാൻ തടയാൻ അർളിനോ സമായിനോ ആകുമോ? ഇല്ല. വലൻ യഖ്ദിർ ലി അഹദിൻ, ഒരാൾക്കും കഴിയില്ല. ഹത്താ ലിൽ അർളി അർളിൻ സമായിന് വരെ കഴിയില്ല. ഹാദിഹിൽ അർളു വാസിയത്തുൻ, ഈ ഭൂമി വിശാലമായതാണ്. വലാകിന്നഹ തുളയ്യഖു ഹീനമാ യൻസിലുൽ ഖലാഉ, ഖലാ ഇറങ്ങുമ്പോൾ, വിധി ഇറങ്ങുമ്പോൾ ഇത്രയും വിശാലമായ ഭൂമിയും കുടുസായി പോകും. ഫലാ മഫറ മിൻഹു, അതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. ഫഇദ, അതുകൊണ്ട് ലാ ബുദ്ദ ലനാ മിനൽ ഈമാനി ബിൽ ഖലാഇ വൽ ഖദ്രി വത് തസ്ലീം, അതുകൊണ്ട് ഖലാ വിധി, അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഓക്കെ. അജീബ് അനിൽ അസ്ലത്തിൽ ആദ്യ താഴെ ചോദ്യങ്ങൾ ഉത്തരം എഴുതുക. ലിമൻ ഹാദിഹിൽ ഖസീദത്തുല്ലത്തി വത്തലഹ ദൈല അയ്യാമ തഫഅലു മാ തശാഉ എന്ന് തുടങ്ങുന്ന ഈ കവിത ആരുടേതാണ്? ലിൽ ഇമാം ശാഫിഈ. ഉദ്കുർ അർബഅത മിനൻ നസാഇഹി അല്ലത്തി വജ്ജഹഹ ശാഇറു ഇലൈന, ശാഇർ നമുക്ക് ഇവിടെ കാണിച്ചു തന്ന ഒരു 4 ഉപദേശങ്ങൾ എഴുതുക. ഒരുപാട് ഉപദേശങ്ങളുണ്ട്, അതിൽ 4 ഇവിടെ എഴുതിയിരിക്കുന്നു. അൽ ഈമാൻ ബിൽ ഖദ്രി, ഖദർ കൊണ്ട് വിശ്വസിക്കുക. റിളാ ബിമാ ലദൈന, നമ്മുടെ അടുക്കലുള്ളതിനെ തൊട്ടുള്ളതിനെ കൊണ്ട് തൃപ്തിപ്പെടുക. അദമുൽ ജസാഇ അമാമ ഹവാദിസി ദുനിയ, കാലവിപത്തുകൾക്ക് മുമ്പിൽ അസ്വസ്ഥതപ്പെടാതിരിക്കുക. അദമുൽ ജസാഇ, വെപ്രാളപ്പെടാതിരിക്കുക, പേടിക്കാതിരിക്കുക. അന്നകൂന ഖുറമാ അവ മുതസാമിഹീന, നമ്മൾ ഔദാര്യവാന്മാരും വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാകുക. ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നമ്മളോട് ഇവിടെ ഉപദേശിച്ചത്. ഇനി മാഹിയ സുന്നത്തുല്ലാഹി ഫി ഖൽഖിഹി, ഈ അള്ളാഹു തൻ്റെ സൃഷ്ടികളിൽ ഉണ്ടാക്കിയ സുന്നത്ത്, ചര്യ എന്താണ്? അതിവിടെ പറയുന്നുണ്ടല്ലേ. എവിടെയായിരുന്നു പറയുന്നത്? ഇന്നൽ ഹുസ്ന വസ്സുറൂറ ലാ യദൂമാനി, ദുഃഖവും സന്തോഷവും നിലനിൽക്കുകയില്ല. കമാനൽ ലയ്യഖ ഫിൽ ഐശി വറഹാഇ ഫീഹി ലാ യദൂമാനി, അതേപോലെ തന്നെ ഇതും ഐശ്വര്യവും ദാരിദ്ര്യവും നിലനിൽക്കുകയില്ല. അത്രയും മതി. വഹാദിഹി, വേണ്ട, ഹാദിഹി സുന്നത്തുല്ലാഹി ഫി ഖൽഖിഹി, ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ചര്യ. പിന്നെ കൈഫ തുസ്തറുൽ ഉയൂബു, ഐബുകൾ എങ്ങനെയാണ് മറക്കപ്പെടുക? തുസ്തറുൽ ഉയൂബു ബിസ്സമാഹതി വൽ വഫാഇ, വിട്ടുവീഴ്ചയും ഔദാര്യവും കൊണ്ട്
ഈ ഒയൂബ് വിട്ടുവീഴ്ചയും ഔദാര്യം കൊണ്ട് വഫ വിശ്വസ്തത അല്ലെ, വിശ്വസ്തതയും കൊണ്ട് ഈ ഒയൂബ് മറക്കപ്പെടുന്നു. ബയ്യിൻ അൽ മുഷാബഹത ബൈനൽ ബഖീലി വന്നാരി, നാറും ബഖീലും തമ്മിലുള്ള മുഷാബഹത്ത് സാദൃശ്യം എന്താണ് എന്ന് വിശദീകരിക്കുക. ലൻ നഹ്സുല അല സമാഹത്തി മിനൽ ബഖീലി, ബഖീലിൽ നിന്നും നമുക്ക് ഔദാര്യം ലഭിക്കുകയില്ല. കമാല നഹ്സുലു, നമുക്ക് ലഭിക്കാത്തതുപോലെ, അലൽ മായി, വെള്ളം ലഭിക്കാത്തതുപോലെ, മിനന്നാരി, തീയിൽ നിന്നും നമുക്ക് വെള്ളം ലഭിക്കാത്തതുപോലെ ബഖീലിൽ നിന്നും സമാഹത്ത് നമുക്ക് ലഭിക്കുകയില്ല. അതാണ് അവ തമ്മിലുള്ള സാദൃശ്യം, അവർ ഈ ബഖീലും തീയും തമ്മിലുള്ള സാദൃശ്യം. പിന്നെ കൈഫ യകൂനുൽ ഇൻസാനു മാലിക്കുദ്ദുനിയ സവാഉൻ, മനുഷ്യനും ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയ മനുഷ്യൻ തമ്മിൽ എങ്ങനെയാണ് ഒരുപോലെയാകുന്നത്? അപ്പോൾ ഇദാ കാന അൽ ഇൻസാനു റാളിയൻ ബിമാ റസഖഹുല്ലാഹു തആല, അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ മനുഷ്യൻ റാളിയാണെങ്കിൽ, തൃപ്തനാണെങ്കിൽ, ഹുവ വ മാലിക്കുദ്ദുനിയ സവാഉൻ, അവനും ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയവനും ഒരുപോലെയാണ് അല്ലെ. തൃപ്തനാണെങ്കിൽ, അതാണ് അതിന്റെ ഉത്തരം. തൃപ്തനാണെങ്കിൽ, അതായത് തനിക്കുള്ളതിനെ കൊണ്ട് തൃപ്തനാണെങ്കിൽ ഒരുപോലെയാണ്. മാഹുമ അഅ്ലമു സിഫത്തൈനി ബി യത്തസിഫു ബിഹൽ മുഅ്മിൻ, മുഅ്മിനെ എന്താണ്, മുഅ്മിന്റെ സിഫത്തായ വിശേഷണമായ ഏറ്റവും നല്ല രണ്ട് വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അസമാഹത്തു വൽ വഫാഉ അല്ലെ, വിശ്വസ്തതയും ഔദാര്യവുമാണ്. ഉക്തുബുൽ മുഫ്രദ, മുഫ്രദ ഏതാണ്? അയ്യാം, യൗമ്, അഹ്വാല്, ദുരിതങ്ങൾ, ഭീകരമായ അവസ്ഥകൾ, ഹൗല്, ഹവാദിഫ്, വിപത്തുകൾ, ഹാദിസത്ത്, ഷിയം, സ്വഭാവം, പിന്നെ എന്താണ്, ഷീമത്ത്, ഒയൂബ്, ന്യൂനതകൾ, ഹൈബ്, ബറായ, ജനങ്ങൾ, ബരിയത്ത്, ഖൈറുൽ ബരിയ എന്നിട്ടില്ല, അതിന്റെ ജമാണ് ബറായ, അഹ്സാൻ, ദുഃഖങ്ങൾ, ഹുസ്ന്, ദുഃഖം, ഖുലൂബ്, ഖൽബ്, മനായ, മനിയത്ത്, മരണം. ഉക്തുബുൽ ജമ, ജമ എഴുതണേ. നഫ്സ്, അൻഫുസ്, മനസ്സ്, ഖതാ അല്ലെങ്കിൽ ഖിതാ, മൂടി, അഗ്തിയത്ത്, അഗ്തിയത്ത്, ബുഅസ്, ബുഅസ് ജമ ബുഅസ്, ബഖീലുൻ, ബുഖലാ, നാറുൻ, നീറാൻ, മാലിക്, ഉടമസ്ഥൻ, മാലിക്കൂന അല്ലെങ്കിൽ മുല്ലാഖ്, അറുൽ, അറാവിൻ, ഇമാമുൻ, അഇമ്മത്തുൻ, ഫഖീഹുൻ, ഫുഖഹാഉ, മാരിഫത്ത്, മആരിഫ്, നിർദിദ്, ജസാ, ജസാ എന്ന് പറഞ്ഞാൽ പേടി, വെപ്രാളം എന്നൊക്കെയാണ്. അതിന്റെ വിത്ത് ഷജാഅത്ത്, ധീരത, അല്ലെങ്കിൽ സ്വൽദ്, സ്വൽദ് എന്ന് പറഞ്ഞാൽ ജൽദ്, ധീരത, ധൈര്യം. ത്വാബ, നന്നായി, സാഅ, മോശമായി, ഗത്ത, മൂടി, ഫതഹ, തുറന്നു, ദാമ, നീണ്ടുനിന്നു, നിലനിന്നു, സാല, നീങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇൻഖത, മുറിഞ്ഞു പോയി. പിന്നെ സുറൂർ, സന്തോഷം, അതിൻ്റെത് ഹുസ്ന്, ദുഃഖം, ബഖാ, അവശേഷിക്കൽ, നിലനിൽക്കൽ, അത് ഫനാ, നശിക്കൽ, വഫാ, വഫാ, വിശ്വസ്തത, അതിൻ്റെത് ഖിയാനത്ത്, പിന്നെ എന്താണ്, വഞ്ചന, സമാഹത്ത്, സുഹാ, രണ്ടു ഒരേ അർത്ഥമാണ്, ഔദാര്യം, കറമ്, അതൊക്കെ ഒരേ അർത്ഥമാണ്, ജൂദ് അല്ലെ. അതിന് ബുഖ്ല് എന്ന് പറയാം, പിശുക്ക്. ഖനാഅത്ത്, തൃപ്തിപ്പെടൽ, റിളാ, ഖനാഅത്ത്. അതിന്റെ ഓപ്പോസിറ്റ് ഇത് എന്താ പറയും, ത്വമഅ, അത്യാർത്തി. ഖനാഅത്ത്, തൃപ്തിപ്പെടൽ. വാസിയത്ത്, വിശാലമായത്. ലയ്യഖ്, ഇടുങ്ങിയത്. കമിലിൽ ഫറാഗ, ഇതൊക്കെ കവിത പൂരിപ്പിക്കാനാണ്, അതേപോലെ നോക്കി പൂരിപ്പിക്കുക. ഇഖ്തർ അൽ കലിമത്തുൽ മുനാസിബത്ത്, അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുക്കണം. ബൈനൽ കൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും. ഹുസ്ന്, ദുഃഖം. കനൂ, തൃപ്തിയുള്ളവൻ. അസമാഹത്ത്, ഔദാര്യം. അൽ ഫലാഹ്, അന്തരീക്ഷം. അസ്തരി, ഞാൻ വാങ്ങും. ആക്കുലു, ഞാൻ തിന്നും. ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. തക്തുബു, നീ എഴുതുന്നു. ദാഹിബത്ത്, ഇദാ നസലൽ ഖലാ ലാഖൽ ഫലാ, വിധിയിറങ്ങിയാൽ ഫലാ, അന്തരീക്ഷം ഇടുങ്ങും. വശീമത്തുക്കൽ, ഷീമത്തുക്ക സമാഹത്ത് വൽ വഫാവ്, ഇതൊക്കെ കവിതയിലുള്ളതാണ് അല്ലേ. വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറൻ ഇദാ മാ കുൻത ദാ ഖൽബിൻ കനൂഇൻ. ഓക്കെ,
ഇലൽ ഇല ഐന അൻതി, അവിടെ വരെയാണ് 4 കവിത തന്നെയാണ്. അഞ്ചാമത്തത് ഇല ഐന അൻതി റാഹിബത്തുൻ, നീ എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അനല ഡേഷ് ഹാദൽ കിതാബ, ഞാൻ ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നില്ല. അനല ഉഹിബ്ബു, ഞാൻ ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നില്ല. ഉരീദു അൻ അസ്തരിയ ഹാദൽ ഖമീസ, ഈ ഷർട്ട് വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉഹിബ്ബു അൻ ആകുല സമക്കൻ, ഒരു മീൻ തിന്നാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കമിൽ ഫറബി ഹർഫി ജെറിൻ മുനാസിബിൻ, അനുയോജ്യമായ ജെറിനെ ഹർഫ് വെച്ച് പൂരിപ്പിക്കാം. മിൻ അല ഫി ബി ഇല എന്നൊക്കെയാണുള്ളത്. ഇതും കവിത തന്നെയാണ്. യുഗത്ത ബിസമാഹത്തി കുല്ലു ഐബിൻ, സമാഹത്ത് കൊണ്ട് എല്ലാ ഐബും എന്ത് ചെയ്യും, മൂടപ്പെടും. വലാ തർജു സമാഹത്ത മിൻ ബഖീലിൻ, ഒരു ബഖീലിൽ നിന്ന് നീ സമാഹത്ത് പ്രതീക്ഷിക്കരുത്. വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദൻ, വിപത്തുകളിൽ പിന്നെ സ്ഥൈര്യമുള്ള ആളാവുക, മനക്കരുത്തുള്ളവനാവുക. ഫിൽ ബറായ, ജനങ്ങളിൽ നിന്റെ ഐബ് ന്യൂനതകൾ അധികരിച്ചാൽ തബീബു ഇലൽ മുസ്തഷ്ഫ, ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോയി. ജലസ ത്വാലിബു അലൽ മഖദി, വിദ്യാർത്ഥി ബെഞ്ചിലിരുന്നു. മറ മുഹമ്മദുൻ ബി കുല്ലിയത്തിഹി, മുഹമ്മദ് തൻ്റെ കോളേജിൻ്റെ അടുക്കൽ കൂടെ നടന്നു അല്ലെങ്കിൽ പോയി. നാമൽ വലത് ഫിയ ഗുർഫത്തിഹി, കുട്ടി അവൻ്റെ റൂമിൽ ഉറങ്ങി. റത്തിബിൽ കലിമാത്തിലാത്തിയ, താഴെയുള്ള വാക്കുകൾ തർത്തീബാക്കണം. ഇത് നമ്മുടെ ഇതിലുള്ള അർത്ഥങ്ങൾ കൊടുത്തില്ല, അതിലുള്ളത് തന്നെയാണ്. നഫ്സക തഫ്അലു ഉത്റുക്കി ദുനിയ മാ തുരീദു മുൻശരിഹത്തൻ വ അബീദ്, ഒന്നാമത്തെ സെന്റൻസ് ആണിത്. ഉത്റുക്കി ദുനിയ, നീ ദുനിയാവിനെ ഉപേക്ഷിക്കുക. പിന്നെ ഉത്റുക്കി ദുനിയ തഫ്അലു മാ തശാഉ മാ തുരീദു. പിന്നെയോ വ അബഇദ് നഫ്സക മുൻശരിഹത്തൻ. അടുത്തത് ഫഇന്നഹ മിൻ മസായിബ ഇസ്ബിർ അല ലാ തദ്മു മാ യഅതി വ അഹ്വാൽ. ഇസ്ബിർ അല മാ യഅതി മിൻ മസായിബ വ അഹ്വാലിൻ ഫഇന്നഹ ലാ തദുമു. റജുലൻ സ്വലദൻ അമാമൽ മസായിബി അൻ തകൂന വൽ മഖാഫിഫ അലൈക. അലൈക അൻ തകൂന റജുലൻ സ്വലദൻ അമാമൽ മസായിബി വൽ മഖാവിഫി. വൽ വഫാഉ യത്തസിഫു ബിഹിമ അഅ്ലമ സിഫതൈനി അൽ മുഅ്മിന സമാഹത്ത്. അസ്സമാഹത്ത് വൽ വഫാഉ യത്തസിഫു ബിഹിമ അഅ്ലമ സിഫതൈനിൽ മുഅ്മിനി. മുഅ്മിന്റെ ഏറ്റവും മികച്ച 2 സിഫത്തുകളാണത് എന്ന് പരിഗണിക്കപ്പെടുന്നു. ബിൽ ജൂദി അൻ തുഗത്തി ഫഅലൈക വസ്സമാഹത്തു ഉയൂബക വൽ കറം. ഫഅലൈക അൻ തുഗത്തിയ ഉയൂബക ബിൽ ജൂദി വസ്സമാഹത്തി വൽ കറം. ഹീനമാ യൻസിലു വലാകിന്നഹ അൽ അർളു വൽ ഖളാഉ വാസിയത്തുൻ ലൈഖുൻ. അൽ അർളു വാസിയത്തുൻ ലാകിന്നഹ തളയ്യഖു ഹീനമാ യൻസിലു അൽ ഖളാഉ. കാന കമൻ അൽ ഇൻസാൻ ഇദാ കാന മലിക്കുദ് ദുനിയ ഖനൂഅൻ. ഇദാ കാന അൽ ഇൻസാനു ഖനൂഅൻ ഇദാ കാന അൽ ഇൻസാനു ഖനൂഅൻ ഇദാ കാന കമൻ മലക്കത്ത് ദുനിയ. മലിക്കുദ് ദുനിയ എന്നല്ല, മലക്കത്ത് ദുനിയ, ദുനിയാവ് ഉടമപ്പെടുത്തിയവനെ പോലെയാണ്. ഇഷ്റഹിൽ ബൈത്ത, ഈ ബൈത്തുകൾ വിശദീകരിക്കുക. ഇതിന്റെ ആശയം നേരത്തെ പറഞ്ഞു അല്ലേ, അതൊന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതി. ഓക്കെ.